അമേരിക്കയുടെ ഈ ഒരു കാടൻ നിയമം ഇന്ത്യക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറാം അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് സംയുക്തമായിട്ട് നിർമ്മിക്കാം എന്ന് പറയുന്ന S-500 കാര്യത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം എന്താണ് ആ ന്യൂസ്? അതായത് റഷ്യ ഇന്ത്യയുമായി സംയുക്തമായിട്ട് നിർമ്മിക്കാനും അതേപോലെ തന്നെ അത് സെല്ല് ചെയ്യാനും ഒരുങ്ങുകയാണ് S-500 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അത്യധികം സങ്കീർണമായ ടെക്നോളജികൾ ഉൾക്കൊള്ളുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് S-500 എന്ന് പറയുന്നത്. ഓൾറെഡി ഇതിൻ്റെ മുന്നത്തെ പതിപ്പായിട്ടുള്ള S-400 ഇന്ത്യയുടെ കയ്യിലുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളെയും ക്രൂയിസ് മിസൈലുകളെയും ഫൈറ്റർ ജെറ്റുകളെയൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആകാശത്ത് വെച്ചിട്ട് തന്നെ അതിനെ നേരിടാനുമുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഈ പറയുന്ന S-400 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ഗ്രേഡഡ് വെർഷൻ ആയിട്ടുള്ള S-500 പ്രോംതിയോസ് എന്ന് പറയുന്ന ഒരു വെപ്പണാണ് ഇപ്പോൾ റഷ്യയും ഇന്ത്യയുമായിട്ട് സംയുക്തമായിട്ട് നിർമ്മിക്കാമെന്ന ഒരു ഓപ്ഷൻ റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താ ശരിക്കും ഈ S-500 എന്ന് പറയുന്നത്? ഇത് റഷ്യയുടെ നെക്സ്റ്റ് ജനറേഷൻ എയർ മിസൈൽ സിസ്റ്റമാണ്. അതായത് ഫൈറ്റർ ജെറ്റുകൾ, സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, അതേപോലെ തന്നെ ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് വരെ, അതായത് ആകാശത്തേക്ക് നമ്മൾ വിട്ടിട്ടുള്ള സാറ്റലൈറ്റിനെ വരെ അടിച്ചിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് S-500 എന്ന് പറയുന്നത്. ഇത് ഏകദേശം 600 കിലോമീറ്റർ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ 600 കിലോമീറ്റർ ദൂരത്തേക്ക് വരെ സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് S-500 പ്രോംതിയോസ് എന്ന് പറയുന്നത്. മാത്രമല്ല 200 കിലോമീറ്റർ അകലെയുള്ള എയർക്രാഫ്റ്റിനെ വരെ, ഇപ്പോൾ പാകിസ്ഥാനോ ചൈനയൊക്കെ ഇന്ത്യക്ക് നേരെ എന്തെങ്കിലും ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഫൈറ്റർ ജെറ്റ് ഇന്ത്യൻ അതിർത്തി കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 200 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ അതിനെ ഡിറ്റക്ട് ചെയ്യാനും അതിനെ അടിച്ചിടാനും പറ്റും. അതിനിപ്പോൾ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള ഒരു വിമാനമാണെങ്കിൽ കൂടെ, ഫൈറ്റർ ജെറ്റ് ആണെങ്കിൽ കൂടെ അതിനെ അടിച്ചിടാൻ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ് S-500 ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനത്തെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉൾക്കൊള്ളുന്ന ഒരു എയർ ഡിഫൻസ് മെക്കാനിസത്തിനെ സംയുക്തമായിട്ട് നിർമ്മിക്കാൻ, അത് ജസ്റ്റ് നിർമ്മിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ അടക്കം എന്തിൽ വരുന്നുണ്ട്? ഈ പറയുന്ന കരാറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യ അതിനോട് പ്രതികരിച്ചിട്ടില്ല. അതിന് പല തരത്തിലുള്ള റീസൺസ് ഉണ്ട്. ഒന്നാമത്, ഇന്ത്യ സ്വന്തമായിട്ട് തന്നെ ഈ S-500, S-400 പോലത്തെ എയർ ഡിഫൻസ് സിസ്റ്റം, കുഷ എന്ന് പേരുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ DRDO തന്നെ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊജക്റ്റിലാണ് ഇന്ത്യ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. പക്ഷേ റഷ്യയുമായിട്ട് ഇങ്ങനെ ഒരു രീതിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എയർ ഡിഫൻസ് മെക്കാനിസത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫൻസ് സ്ട്രാറ്റജിയിലാണെന്നുണ്ടെങ്കിൽ കൂടെ, ഡിഫൻസ് പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ കൂടെ, ആ ഒരു പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇന്ത്യയും കൂടെ എത്തുകയാണ്, ഇന്ത്യയും കൂടെ സ്റ്റെപ്പ് ഇൻ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾക്ക് അത്യധികം ഡിമാൻഡ് ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പല രാജ്യങ്ങളും ഇന്ത്യയായിട്ട് സമീപിക്കുകയും ഈ മിസൈൽ വേണമെന്നുള്ളത് ഇന്ത്യയോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യ ഇങ്ങനെ ഒരു സിസ്റ്റം കൂടെ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പവർ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ ഏറ്റവും ടോപ്പിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ മിലിറ്ററി ജയന്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അമേരിക്ക, റഷ്യ, ചൈന, അതിനുശേഷം പിന്നെ ഇന്ത്യ എന്നാണ് പറയുന്നത്. അത്രയും അധികം ഈ ആക്റ്റീവായിട്ടുള്ള പേഴ്സണൽസും അതേപോലെ തന്നെ മെറ്റീരിയൽസും, ന്യൂക്ലിയർ പവറിനെ ഡിറ്ററൻസിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ നമുക്ക് കിട്ടുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഇത് പ്രധാനമായിട്ട് വരുന്നത്? ഇപ്പോൾ ചൈന ഇപ്പോൾ ഹൈപ്പർസോണിക് വെപ്പൺസും സ്റ്റെൽത്ത് ഫൈറ്റേഴ്സും അതേപോലെ തന്നെ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വേഗത്തിൽ വികസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിമിയുടെ മിസൈലുകളെ, ആ ചൈനയുടെയും പാകിസ്ഥാൻ്റെ ഒക്കെ മിസൈലുകളെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെപ്പണും അതിൻ്റെ ടെക്നോളജിയും ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല, S-500 ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് നോക്കാം. ചൈനക്കെതിരെ വലിയ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ്, അതായത് ഇതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതായത് DF സീരീസ് ബാലിസ്റ്റിക് മിസൈലുകൾ, സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്, ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ, ഇതുപോലെയുള്ള അഡ്വാൻറ്റേജ്
ത്രെട്ടിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഇന്ത്യക്ക് ബെറ്റർ ആയിട്ടുള്ള ക്യാപ്പബിലിറ്റി കിട്ടും എന്നുള്ളതാണ്. ചൈന ആക്ച്വലി ഈ പറയുന്ന മിസൈലുകളുടെ നിർമ്മാണത്തിലും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളുടെ നിർമ്മാണത്തിലൊക്കെ ഒരു ഫോർ റണ്ണർ ആയിട്ടുണ്ട്. ഇന്ത്യക്ക് മുന്നിൽ തന്നെ അവർ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കും ഇന്ത്യക്ക് കിട്ടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡഡ് വെഹിക്കിൾസിനെ, അതായത് ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെ എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് ആകാശത്ത് വെച്ച് തന്നെ അടിച്ചിടാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ ടു ഫ്രണ്ട് വാർ സിനാരിയോ ഷീൽഡ്, അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ടിൽ പാകിസ്ഥാനും ഒരു ഫ്രണ്ടിൽ ചൈനയുമാണ് എന്നുള്ള ഒരു ടു ഫ്രണ്ട് വാറാണ് പ്രധാനമായി നമ്മുടെ ഒരു ത്രെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ S-400 പോലുള്ള ഒരു സിസ്റ്റം നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൽഹി, മുംബൈ, അതേപോലെ തന്നെ ഈ മിലിറ്ററി ബേസുകൾ, അതേപോലെ തന്നെ ന്യൂക്ലിയർ കമാൻഡ് സെന്ററുകളുടെ ഒക്കെ പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ട് ഈ സ്ഥലങ്ങളിലേക്ക് ഇതിനെ പ്ലേസ് ചെയ്യാനും ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ പറയുന്ന രീതിയിലേക്കുള്ള സിറ്റിയിലേക്കൊക്കെയുള്ള അറ്റാക്കിനൊന്നും ഈ പറയുന്ന രാജ്യങ്ങൾ മുതിരൊന്നും തോന്നുന്നില്ല. കാരണം നമ്മുടെ ഒരു ന്യൂക്ലിയർ പവർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്ത പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെയുള്ളത് ഹൈപ്പർസോണിക് മിസൈൽ ഡിഫൻസ് ആണ്. അതായത് ഇന്ത്യയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് S-400 ആണ്. അത് മാക് 5 മുകളിലേക്കുള്ളതിനെ അത് ഡിറ്റക്ട് ചെയ്യുകയും അത് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതിനേക്കാൾ പ്രിസിഷൻ അറ്റാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ S-500 പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അതല്ലാണ്ട് തന്നെ വേറെ പല അഡ്വാൻറ്റേജും ഇന്ത്യക്കുണ്ട്. അതായത് നമുക്കൊരു വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ടെക്നോളജിയാണ് നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടുന്നത്. അതിലുപയോഗിക്കുന്ന റഡാറുകൾ, അതിലുപയോഗിക്കുന്ന സെൻസറുകൾ, അതിൻ്റെ മെക്കാനിസം, അതിൻ്റെ എഞ്ചിനീയറിംഗ് ലെവൽ, ഇങ്ങനെ ഒരു വലിയൊരു മാസീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, അതായത് എന്താ പറയുക, ഒരു വാസ്റ്റ് ഇൻഫർമേഷൻ ആണ് ഇന്ത്യക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരാൻ പോകുന്നത് എന്നുള്ളത്. ടെക്നോളജി നോളജാണ് ട്രാൻസ്ഫർ ആയിട്ട് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഒന്നും നടത്താണ്ട് തന്നെ ആ ടെക്നോളജി ട്രാൻസ്ഫർ ആയിട്ട് കിട്ടുമ്പോൾ അതുപോലെ തന്നെ നമുക്കത് നിർമ്മിക്കാനും അതിലുപയോഗിക്കുന്ന റഡാറുകളെയും സെൻസറുകളെയും ഇന്ത്യ അടുത്തതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിലേക്കും വെപ്പൺസിലേക്കും ഉപയോഗിക്കാൻ എല്ലാം സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മാത്രമല്ല ഇന്ത്യയിൽ അനേകായിരം ആളുകൾക്ക് ജോലി കിട്ടും. അതേപോലെ തന്നെ ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സിന്റെ കപ്പാസിറ്റിയും ക്യാപ്പബിലിറ്റിയും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഇറാനൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ അമേരിക്കയുടെ ഒക്കെ കാമിക്കാസ് ഡ്രോണുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിന്റെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തിയിട്ട് അവര് അതിനെ ഡെവലപ്പ് ചെയ്ത് അതിനേക്കാൾ ബെറ്റർ സാധനം ഇറക്കുന്ന രീതി. നമുക്കറിയാലോ നമ്മുടെ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് നല്ല ക്യാപ്പബിലിറ്റി ഉണ്ട്. ഇപ്പൊ AI-യിലാണെന്നുണ്ടെങ്കിൽ കൂടെ ഡാറ്റാബേസുകൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിലൊരു ഫോർറണ്ണർ ആയിട്ട് നിൽക്കാത്തത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഡാറ്റയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ AI ടെക്നോളജീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് ഈ പറയുന്ന ടെക്നോളജി ട്രാൻസ്ഫർ ആയി വരുമ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷനിലായിട്ടായിരിക്കും അത് ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊക്കെ തുരങ്കം വെക്കുന്ന രീതിയിലുള്ള അമേരിക്കയുടെ ഒരു കാടൻ നിയമമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ആ നിയമമാണ് കാറ്റ്സ, അതായത് കൗണ്ടറിങ് അമേരിക്കാസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട്. 2017 അമേരിക്ക ഈ നിയമം കൊണ്ടുവന്നത്. പ്രധാനമായും റഷ്യ, ഇറാന്, നോർത്ത് കൊറിയ ഈ രാജ്യങ്ങൾക്കെതിരാണ് അമേരിക്ക ഇപ്പോൾ കാറ്റ്സ എന്ന് പറയുന്ന അമേരിക്കയുടെ നിയമം ഉപയോഗിക്കുന്നത്. എന്താണ് അമേരിക്കയുടെ പ്രശ്നം? നിങ്ങൾ റഷ്യയുടെ ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയ ആയുധ ഡീൽസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ റഷ്യക്ക് വലിയ പണം ലഭിക്കും. റഷ്യയുടെ മിലിറ്ററി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ശക്തമാകും, ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കും. അതിനാൽ അമേരിക്ക എന്ത് ചെയ്യുന്നു? ഇവർക്ക് നേരെ പ്രഷർ ചെലുത്തുന്ന ഒരു നിയമമാണിത്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റഷ്യക്ക് നേരെ സാങ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉക്രൈനുമായിട്ട് വാർ നടത്തിയതോട് കൂടെയാണ് ഈ പറയുന്ന റഷ്യക്കുമായിട്ട് ഒരു സാങ്ഷൻ ഉണ്ടായത്. അതേപോലെ തന്നെയാണ് ചൈനയും. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക ആയിരിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി, അമേരിക്കക്കായിരിക്കണം എല്ലാ കൺട്രോളും, അമേരിക്ക മാത്രം മതി എന്നുള്ളൊരു പരിപാടിയാണിത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരു കടയുണ്ട്. ഓക്കെ, ആ കടക്കാരനെതിരെ സാങ്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ആ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചവനും അടുത്ത സാങ്ഷൻ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ റഷ്യ എന്ന് പറയുന്നത് ഈ നിയമത്തിന് അണ്ടറിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ ഒരു ഡിഫൻസ് പ്രൊഡക്റ്റോ മിസൈലോ എന്തെങ്കിലും ഇന്ത്യ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെയും എന്ത് ചെയ്യും? അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തുന്നുള്ളതാണ്. സാങ്ഷൻ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളർ ഉപയോഗിക്കാൻ പറ്റത്തില്ല,
സ്വിഫ്റ്റിൽ നിന്നും പുറത്തു പോവുക പോലെയുള്ള പരിപാടികളായിരിക്കും ഇന്ത്യക്കെതിരെയുള്ള സാങ്ഷനായിട്ട് വരിക. അല്ലെങ്കിൽ റഷ്യക്കെതിരെയും ചൈനയ്ക്കെതിരെയൊക്കെയുള്ള സാങ്ഷനായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തളരുകയും അതേപോലെ തന്നെ ഡോളറിൽ ട്രേഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ്. ഇന്ത്യ ഒരു വലിയ അഗ്രികൾച്ചർ എക്സ്പോർട്ടർ ആണെന്നുള്ളത് നമുക്കറിയാലോ. അതേപോലെ തന്നെ ഫിഷ് എക്സ്പോർട്ടർ, ഈ ഏരിയയിലൊക്കെ ഇന്ത്യ വലിയ എക്സ്പോർട്ടിങ് നടത്തുന്ന രാജ്യമാണ്. ഈ എക്സ്പോർട്ടിംഗ് ഒക്കെ നടത്തുമ്പോൾ തന്നെ അതിൻ്റെയൊക്കെ വിനിമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡോളറിലാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഡോളറിന്റെ അപ്രമാദിത്യമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഡോളറിന്റെ അപ്രമാദിത്യം ഉപയോഗിച്ചുകൊണ്ട് ബാക്കി ലോക രാജ്യങ്ങളെ സപ്രസ് ചെയ്യുക, പ്രഷർ ചെയ്യുക, അവരെ തകർക്കുക, ഇല്ലാണ്ടാക്കുക, ഇവര് മാത്രം തലപ്പത്ത് മതി എന്ന് പറയുന്ന കാടൻ പരിപാടി, ഗുണ്ട പരിപാടിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ റഷ്യ ഇന്ത്യക്ക് ഇങ്ങനൊരു ഓഫർ വെക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇന്ത്യക്ക് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ 1000 വട്ടം ചിന്തിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഈ കാറ്റ്സ എന്ന് പറയുന്ന ഈ നിയമം ഇവിടെ നിലനിൽക്കുന്നത് തന്നെയാണ്. കാരണം S-500 ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുകയും ഇന്ത്യയും റഷ്യയും കൂടെ സംയുക്തമായിട്ട് നിർമ്മിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കാറ്റ്സ പോലെയുള്ള നിയമത്തിന്റെ നൂലാമാലകൾ അല്ലെങ്കിൽ അതിന്റെ സാങ്ഷൻ ഇന്ത്യക്ക് വരുമോ എന്നുള്ള പേടിയുണ്ട്. പക്ഷേ ബ്രഹ്മോസ് നിർമ്മിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ പോലും S-400 ഇന്ത്യ വാങ്ങിച്ച സമയത്താണെങ്കിൽ പോലും അമേരിക്കയിൽ ഇന്ത്യക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തേണ്ട രീതിയിലുള്ള ചർച്ചകൾ നടന്നു എങ്കിലും ഇന്ത്യക്കെതിരെ അമേരിക്ക സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു റീജിയനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശക്തമായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതേപോലെ തന്നെ ചൈനയ്ക്കെതിരെ അമേരിക്ക എടുക്കുന്ന നിലപാടുകൾ, ചൈനയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രഷർ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പാർട്ട്ണർ ആയിട്ട് ഇരിക്കുകയും കൂടെ വേണം എന്നുള്ളതാണ്. മാത്രമല്ല സൗത്ത് ചൈന സീയിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ അധിപൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയാണ്. അപ്പോൾ അവിടെ ഇന്ത്യക്കെതിരെ ഒരു സാങ്ഷൻസ് ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പങ്കാളിയാണ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഈ ഒരു ജോഗ്രഫി, ഈ ഒരു ജിയോ പൊളിറ്റിക്സ് ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് അമേരിക്ക ഇപ്പൊ ഇന്ത്യക്ക് നേരെ സാങ്ഷൻസ് ഏർപ്പെടുത്താത്തത് എന്നുള്ളതാണ്. പക്ഷേ S-500 വാങ്ങുമ്പോൾ ഇങ്ങനൊരു സാങ്ഷൻ അമേരിക്ക ഏർപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർച്ച പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇപ്പോഴുള്ള ഇറാൻ അമേരിക്ക വാർ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാങ്ഷൻ ഏർപ്പെടുത്താൻ അമേരിക്കക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു രാജ്യത്തിന് ആ രാജ്യത്തിന്റെ സ്വന്തം തീരുമാനത്തിനനുസരിച്ചിട്ട് പല രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാനോ വിൽക്കാനോ പറ്റാത്തൊരവസ്ഥ, ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്നുള്ളതാണ്. ഡോളറിന്റെ അപ്രമാദിത്യം ഉപയോഗിച്ചുകൊണ്ട് ലോക രാജ്യങ്ങളെ സപ്രസ് ചെയ്യാനും അടിച്ചമർത്തുവാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവരെ തകർത്ത് കളയുക എന്ന് പറയുന്ന പരിപാടിയാണ് അമേരിക്ക ഇപ്പം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല തേർഡ് വേൾഡ് കൺട്രീസും ഇപ്പോ അമേരിക്കൻ അപ്രമാദിത്യം ചോദ്യം ചെയ്യുന്നുണ്ട്, ഡോളറിന്റെ ഹെജിമണിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഡോളറിന്റെ അപ്രമാദിത്യം ലോകത്ത് ഇങ്ങനെ നിലനിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സ്വന്തം രാജ്യങ്ങൾക്ക് സോവറിനിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കറൻസി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിനിമയ വ്യവസ്ഥ എന്നുള്ള രീതിയിൽ ഇപ്പോഴും ലോകരാജ്യങ്ങൾ ഡോളറിനെയാണ് ഡോളറിനെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നതും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റിനെ എടുക്കുന്നത്. പക്ഷെ അമേരിക്ക പറയുന്നത് ഇത് അമേരിക്ക ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു അപ്രമാദിത്യമല്ല, ലോകരാജ്യങ്ങൾ ഡോളറിനെ ചൂസ് ചെയ്തു. ആ ചൂസ് ചെയ്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു അപ്രമാദിത്യമാണെന്ന് പറയുന്നത്. പക്ഷെ ആ അപ്രമാദിത്യത്തിനെ അവർ ഉപയോഗിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടാണെന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടമല്ലാത്ത രാജ്യങ്ങൾക്ക് മേലെ സാങ്ഷൻ ഏർപ്പെടുത്തുക, അവർക്ക് ഇഷ്ടമല്ലാത്ത രാജ്യങ്ങളെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്ന പണിയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ S-500 പോലുള്ള ടെക്നോളജി നമ്മുടെ നാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്രയോ ഇപ്പോൾ ഉള്ളതിനേക്കാളും എത്രയോ മടങ്ങിലോട്ട് പോകും. നമുക്കറിയാം അങ്ങനെ ടെക്നോളജി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പല തരത്തിലുള്ള വെപ്പൺസിനെയും അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഫോർറണ്ണർ ആവാനും ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് ഇതിനൊക്കെ തടയിടുന്ന പോലത്തെ ഒരു പരിപാടിയാണ് അമേരിക്കയുടെ ഈ കാറ്റ്സ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ലോക ഗുണ്ടയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ലോകത്തിനെ സപ്രസ് ചെയ്യുന്ന വേറെ രാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയുകയും ചെയ്യാം.